ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സെൻറ്റ് തോമസ് മർത്തോമ പള്ളിക്കൽ ചർച്ചിൻ്റെ വികസന സംഘത്തിൻ്റെ കാർഷിക വികസനോത്സവവും അവാർഡ് ദാനവും എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം അറിയിക്കുകയാണ്. അഭിവന്യ സെറാഫിം തിരുമേനി, ഇടവക വികാരി അധ്യക്ഷൻ ഫാദർ തോമസ് യേശുദാസൻ, ഇന്ന് സ്വാഗതം ആശംസിച്ച ശ്രീ സുബി പള്ളിക്കൽ പ്രോഗ്രാം കൺവീനർ, പ്രാരംഭ പ്രാർത്ഥന നടത്തിയ ഫാദർ KM വർഗീസ്, ആശംസ അറിയിക്കുന്ന ശ്രീ G രമേഷ് കുമാർ, ക്ലോസിംഗ് പ്രെയർ നടത്തുന്ന ഫാദർ വർഗീസ് ജോർജ്, മറ്റ് പ്രിയപ്പെട്ടവരെ, ബഹുമാനരെ, വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്. ഒരു എക്സ്ട്രാ സന്തോഷം എന്ന് പറഞ്ഞാൽ സ്വാഗത പ്രാസംഗികൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവ് ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം തന്നെ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് പോയ സ്ഥലത്ത് പോകുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. അത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതിലുള്ള സന്തോഷവും അറിയിക്കുകയാണ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് കറ്റാനം ഷായിച്ചാനാണ് ക്ഷണിച്ചത്. എന്നെ വളരെ നിർബന്ധമായി പറഞ്ഞു, ഉറപ്പായിട്ടും ഈ പരിപാടിക്ക് വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് അച്ഛനും സുബിയുമൊക്കെ വിളിച്ച് സംസാരിച്ചായിരുന്നു. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിറഞ്ഞ സദസ്സ്. ഇതൊരു എന്നോട് സുബി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, വരുമ്പോൾ അറിയാം അതൊരു വലിയൊരു പ്രോഗ്രാം ആയിരിക്കും എന്ന്. വന്നു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞത് കൃത്യമാണ് എന്ന് മനസ്സിലായി. ഇത്രയും ഒരു നിറഞ്ഞ സദസ്സ് ഇവർക്ക് തിരുമേനിയും പ്രസംഗത്തിൽ പറഞ്ഞു, പള്ളിക്കൽ പള്ളി എല്ലാത്തിനും ഒരു മാതൃകയാണെന്ന്. അത് കൃത്യമായി അതിൻ്റെ പ്രൂഫാണ് ഈ മുമ്പിൽ കാണുന്നത്. ഒരു നിറഞ്ഞ സദസ്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാർഷിക വികസനവും ഫുഡ് ഫെസ്റ്റുമാണ് ഇവിടെ നടത്തുന്നത്. കാർഷിക വികസനം, നമ്മളെല്ലാവരും ബേസിക്കലി നമ്മുടെ സംസ്കാരം നമ്മൾ ബേസിക്കലി നോക്കുമ്പോൾ നമ്മളെല്ലാവരും കർഷകരാണ്. നമ്മുടെ ഭാരത സംസ്കാരം കർഷകനോടൊപ്പം ചേർന്ന് നടന്ന ഒരു സംസ്കാരമാണ് ഉണ്ടായിരുന്നത്. മനുഷ്യൻ മണ്ണിനോട് ചേർന്ന് നടന്നു, മണ്ണ് തിരിച്ച് നമ്മളെ സ്നേഹിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര്, നമ്മളെല്ലാവരും നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടാകാം, എന്തുകൊണ്ടായാലും നാം മണ്ണിനോട് ഒരുപാട് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു പരിപാടി, കാർഷികോത്സവം, കർഷകനോട് ചേർന്ന്, ഇന്ത്യ എന്ന് പറയുന്നത് ഫാമേഴ്സിന് വേണ്ടിയുള്ള കർഷകനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇങ്ങനൊരു പരിപാടി നാം ഓരോരുത്തരും കർഷകനിൽ നിന്ന്, മണ്ണിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഏറ്റവും മാതൃകാപരമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഇതിൻ്റെ ഓർഗനൈസേഴ്സ്, ഈ വികസന സംഘം എടുത്ത ഇനിഷ്യേറ്റീവിന് ആദ്യമായി തന്നെ അഭിനന്ദനം അർഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർഷകനെ പറ്റി അല്ലെങ്കിൽ കൃഷിയെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യൻ സഹസൃഷ്ടിയാണ്. കൃഷിയിൽ മനുഷ്യൻ ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് മനുഷ്യൻ വിത്ത് വിതയ്ക്കുന്നു, പക്ഷേ ദൈവമാണ് അതിനെ വളർത്തുന്നത്. ഒരിക്കലും മനുഷ്യൻ വിത്ത് വിതച്ചത് കൊണ്ട് അത് വളർന്നു വരണം, നമുക്കതിന് റിസൾട്ട് കിട്ടണമെന്നില്ല, നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ദൈവം വിചാരിച്ചാൽ മാത്രമേ അത് വളർന്നു വന്ന് നമുക്ക് അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കർഷകൻ ചെയ്യുന്ന കാര്യത്തിൽ അതിനെ മനുഷ്യനൊരു ക്രിയേറ്ററാണ്, സഹപ്രവർത്തകനായിട്ടാണ്. ദൈവം നമ്മളോട് സഹപ്രവർത്തകനായിട്ട് നിൽക്കുന്നത് കൃഷിയിലാണ്. ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ അതിനൊരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ. നാം ഉൽപ്പത്തിയിൽ കാണുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ ആദമിനോട് തന്നെ പറയുന്നുണ്ട് ഏദൻ തോട്ടം നോക്കാനായിട്ട്. അപ്പം സൃഷ്ടിയുടെ ആദ്യമേ തൊട്ട് തന്നെ ദൈവം മനുഷ്യനോടൊപ്പം ക്രിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കൃഷി. കർഷകൻ ഏറ്റവും മേന്മയേറിയ ഒരു കാര്യമാണ്. പിന്നെ മണ്ണ് എന്ന് പറയുമ്പോൾ നാം മണ്ണിൽ നിന്ന് വന്നു, മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അപ്പം ആ മണ്ണ് എന്ന് പറയുന്നത് മണ്ണിൻ്റെ ആത്മീയ മൂല്യമാണ് അവിടെ കാണിക്കുന്നത്. മൂന്നാമതായിട്ടുള്ളത് കർഷകൻ്റെ ജീവിതം ഒരു നിശബ്ദ പ്രാർത്ഥനയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കർഷകൻ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് തൊട്ട് കർഷകൻ പ്രാർത്ഥിച്ചു തുടങ്ങും.
വിത്ത് വിതച്ചു കഴിഞ്ഞും കർഷകൻ പ്രാർത്ഥിക്കും. നല്ല കാലാവസ്ഥ കിട്ടാൻ, നല്ല ഹാർവസ്റ്റ് കിട്ടാൻ അവൻ്റെ കർഷകൻ്റെ ഒരു നിശബ്ദ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ കർഷകൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ, ആത്മീയതയുടെ ജീവിതമാണുള്ളത്. കാത്തിരിപ്പാണ്. ഇന്ന് ഞാൻ കൊണ്ട് വിത്ത് വിതച്ചത് നാളെ എനിക്ക് റിസൾട്ട് കിട്ടില്ല, അതുകൊണ്ട് നാളെ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതിനൊരു ക്ഷമയുടെ, ഒരു കാത്തിരിപ്പിൻ്റെ ഒരു അവസ്ഥയുണ്ട്. കർഷകൻ്റെ ജീവിതം കാത്തിരിപ്പിൻ്റെ അവസ്ഥയാണ്. പിന്നെ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് ഹാർവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. അത് ഒരു ഉത്തരവാദിത്തം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതൊരു കാത്തിരിപ്പാണ്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി വിതച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്കത് അതിൻ്റെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വിതച്ച് കഴിഞ്ഞ് ഞാൻ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ, വെള്ളം നനയ്ക്കുക, വളമിടുക, ഇതെല്ലാം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നാം നോക്കുമ്പം ഈ കർഷകൻ എന്നൊക്കെ എല്ലാം മനുഷ്യനോടും മണ്ണിനോടും ദൈവത്തോടും വളരെയേറെ ചേർന്ന് നിൽക്കുന്നു. കർത്താവിൻ്റെ ഉപമകൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപമകൾ കർത്താവ് കൃഷിയുമായിട്ട് ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തിൻ്റെ ഉപമ, ഗോതമ്പിൻ്റെ ഉപമ, കടുകുമണി, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ, അങ്ങനെ കർത്താവ് പറഞ്ഞ ഒരുപാട് ഉപമകളും കൃഷിയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ കർഷകനെ ഏറ്റവും മഹത്തായ രീതിയിലാണ് കർത്താവും കണ്ടിരിക്കുന്നത്. ഇത് നാം കൃഷിയെപ്പറ്റി പറഞ്ഞു. കാർഷികോത്സവമായിട്ട് ഫുഡ് ഫെസ്റ്റ്, ഇവിടുത്തെ ഈ ഫുഡ് ഫെസ്റ്റും കാർഷികോത്സവവും രണ്ടും കൂടി ഒരുമിച്ച് നടക്കുക. ഫുഡ് ഫെസ്റ്റ് എന്താണ്? നമ്മുടെ ബേസിക് ആരോഗ്യം, നമ്മളെല്ലാവരും കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ആരോഗ്യം. ഇന്ന് ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ പോലുള്ള ആരോഗ്യം ആർക്കുമില്ല. എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇതിനുള്ള വ്യത്യാസം എന്താ? നാം ഫുഡ് കഴിക്കാൻ വരുമ്പോൾ എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ ഒരു അതിർവരമ്പുകളും നമ്മളെ കട്ട് ചെയ്യുന്നില്ല. നാം സ്നേഹത്തോടെ ഭക്ഷണം പങ്കിടുമ്പോൾ അതൊരു വെറും ഒരു ആഘോഷം മാത്രമായി മാറാതെ ഈ ഭക്ഷണം, ആ ഒരു ഫുഡ് ഫെസ്റ്റിവൽ എന്നുള്ളൊരു ജസ്റ്റ് ഒരു നെയിം സേക്കായി മാറാതെ ആ ഫെസ്റ്റിവലിലേക്ക് വരുമ്പോൾ എല്ലാവിധ അതിർവരമ്പുകളും നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കാം ഏറ്റവും വലിയ കാര്യങ്ങൾ. ഇന്നത്തെ തലമുറയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണിതിപ്പം. പള്ളിയെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് തിരുമേനി പറഞ്ഞത്. നിങ്ങൾക്ക് എത്ര വർഷമായി എന്നറിയില്ല. ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇത് പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. ഇത്രയും പഴയ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ കൃപകളെല്ലാം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻറ്റ് ഇനി ഗോയിങ് ഫോർവേഡ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അടുത്ത തലമുറയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? ഇന്ന് ഞാനിവിടെ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പുറകിലെ വീഡിയോ നോക്കുകയായിരുന്നു. ടൈലറിങ് യൂണിറ്റ്, LED യൂണിറ്റ്, അങ്ങനെ ഫുഡിൻ്റെ യൂണിറ്റ് ഒക്കെ കടുപ്പിച്ച് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഈ വികസന സംഘം സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ വന്നപ്പോൾ അച്ഛനോട് ഈ വികസന സംഘം എന്നാണ്, ഞാൻ ആദ്യമായിട്ടാണ് പരിപാടിക്ക് വരുന്നത്, എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ അച്ഛൻ പറഞ്ഞു തന്നതുപോലെ തന്നെ ഞാനിതിൻ്റെ ബാക്കിൽ ഇവിടെ ടീം ചെയ്ത് ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും കാണും. അത് തന്നെയായിരിക്കാം നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് എന്ത് കിട്ടിയെന്നുള്ളത്, നമുക്ക് ഇത്രയും കാലം കിട്ടിയത് നമുക്കൊരു അനുഗ്രഹത്തോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനേക്കാളേറെ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ സഭകളും അതാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. ഈ ഓരോരുത്തർക്കും നമുക്ക് എന്ത് സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ പോലെ കർഷകൻ മണ്ണിൽ നിന്ന് ഒരുപാട് അകന്നു പോയത് കൊണ്ടാണ് ഇന്ന് നാട്ടിൽ ഒരുപാട് പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ ഒരു ഫെസ്റ്റിവൽ മാത്രമാകാതെ ആ ഫെസ്റ്റിവൽ ആഘോഷിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാ അതിർവരമ്പുകളെയും കട്ട് ചെയ്ത് ഒരു സ്നേഹബന്ധം മാത്രം നമുക്കവിടെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കാം നമുക്ക് സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ. എന്ന് വെച്ചാൽ ഒരു 20-30 വർഷത്തിന് മുമ്പ് നാം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യമല്ല നമുക്കിന്നുള്ളത്. എല്ലാത്തിനും അതിർവരമ്പുകളാണ്. മനുഷ്യനെ എല്ലാ രീതിയിലും മുറിച്ചു മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് സമൂഹത്തിന് വെച്ചു കൊടുക്കുമ്പോഴാണ് അത് വളരെ അർത്ഥവത്താകുന്നത്. അപ്പോഴാണ് നാം ചെയ്യുന്ന ദൗത്യം ഏറ്റവും ദൈവത്തിന് മുമ്പിലും ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. എന്തായാലും ഈ വികസന സംഘം നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ ഓരോരുത്തരും പറഞ്ഞതുപോലെ ഇതുവരെ ചെയ്ത എല്ലാ നല്ല പ്രവർത്തികൾക്കും
എല്ലാവിധ ആശംസകളും. തുടർന്നും ഇതിനേക്കാളേറെ ഒരുപാട് പേർക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാം. യുവജന സഖിയോ അംഗം കുമാരി നേഹ അനിൽ വരച്ച ഡോക്ടർ മറിയ ഉമ്മന്റെ ഒരു ചിത്രം കൈമാറുന്നതിനായി കുമാരി നേഹ അനിലിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കൂടെ ഡോക്ടർ മറിയ ഉമ്മനെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് കാർഷിക അവാർഡ് ഇപ്പോൾ നൽകുന്നതാണ്.